സരിത നായരുടെ വ്യാജ പരാതിയിൽ ഒരു ജീവിതം തന്നെ ഹോമിച്ചു പോയി ഉമ്മൻചാണ്ടി. കോൺഗ്രസ്സിന് തുടർഭരണം നഷ്ടപ്പെട്ടു. അത് ഏറ്റുപിടിച്ച് കോൺഗ്രസ്സിനെ കുതികാൽ വെട്ടിയവർ ഇന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുകയാണ്. അടുത്തത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സ്വപ്ന സുരേഷ് ആരോപണങ്ങളുമായി വ്യക്തമായ തെളിവുകളോടുകൂടെ ഇവിടെ സമൂഹ മധ്യത്തിൽ വന്നിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം കേസിന് പോയോ? ആരോപണ വിധേയരായർക്കെതിരെ എല്ലാം മന്ത്രിമാർ, എല്ലാം CPM മന്ത്രിമാർ പോയോ? പോയില്ല. ആരോടെങ്കിലും രാജിവെക്കാൻ പറഞ്ഞോ? മോറൽ വാല്യൂവിനെ കുറിച്ച് സംസാരിച്ചോ? അവസാനം പാവപ്പെട്ട ഒരുത്തൻ, അവൻ അടിയും പോലീസിൻ്റെ ജയിലും താണ്ടി കോൺഗ്രസ്സിന് വേണ്ടി പൊരുതിയിട്ട് അവനെക്കെട്ട് പണി കൊടുത്ത നേതൃത്വമല്ലേ കോൺഗ്രസിൻ്റെ നേതൃത്വം? ആ നേതൃത്വത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഇവർ യഥാർത്ഥ നേതൃത്വമാണോ? ഇവർ പവർ പ്രൊട്ടക്റ്റ് പവർ എന്ന അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള രഹസ്യധാരണയല്ലേ? അതങ്ങനെ തന്നെയാണ്. ഞാൻ പറയണു, ഈ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ തോൽക്കണം. ഈ വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം തേജോവധം ചെയ്ത് ജയിലിലടച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി സ്വയം നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ച ചിലരുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത്. വിരലിൽ എണ്ണാൻ പറ്റുന്നവർ, 10 വിരലിൽ എണ്ണാൻ പറ്റും നമുക്ക് അവരാരൊക്കെയാണെന്നുള്ളത്. അവരിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് യൂട്യൂബേഴ്സിനെ പിടിച്ചുകൊണ്ട് ഇമേജ് വർദ്ധിപ്പിക്കാൻ. ഭാസ്കറിനെ പോലെയുള്ളതിനെയൊക്കെ പിടിച്ച് ഇമേജ് വർദ്ധിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പല പല സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യുകയാണ്. മലയാളിയാ, ചോറുണ്ട്, തലച്ചോറുണ്ട്, ആവശ്യത്തിന് ബുദ്ധിയുണ്ട്. കോൺഗ്രസ് ഒരാളെ കാണിക്കാം, മാത്യു കുഴൽനാടനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിക്കാം. അല്ലാണ്ട് ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല.